ഹലോ ഡിയർ ഫ്രണ്ട്സ്, ട്രേഡ്മോസിൻ്റെ വെബ്സൈറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുന്ന സമയത്ത് വെൽക്കം ടു ട്രേഡ്മോസ് എംപവർ വിത്ത് വെൽത്ത് ആൻഡ് എലവേറ്റ് ദ വേൾഡ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ താഴോട്ടേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പം കമ്പനി പുതിയ ഒരു മാതൃകയിൽ വളരെ അടിപൊളിയായിട്ട് വളരെ ഇന്നോവേറ്റീവായിട്ട് കമ്പനി നമുക്ക് പുതിയ ഒരു വെബ്സൈറ്റ് കൂടി തന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. ഏണിംഗ് എക്കോസിസ്റ്റം, തീർച്ചയായിട്ടും അത് ഒരു പ്ലാൻ കൊടുക്കുന്ന ഒരു ലീഡേഴ്സിന് ഓരോ ആളുകൾക്കും ഇത് വളരെ ഉപകാരപ്രദമാണ്. താഴെ ഒരുപാട് നോളജ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഹൈബ്രിഡ് ട്രേഡിംഗ് എഞ്ചിൻ, ഗ്ലോബൽ ക്രിപ്റ്റോ ഹബ്ബ്, ക്ലബ്മോസ് പവേർഡ് സെക്യൂരിറ്റി, സ്മാർട്ട് റിവാർഡ്സ് ആൻഡ് എയർ ഡ്രോപ്സ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കാണാവുന്നതാണ്. പവറിങ് ദ നെക്സ്റ്റ് എവല്യൂഷൻസ് ഓഫ് ബ്ലോക്ക് ചെയിൻ. എന്താണ് ബ്ലോക്ക് ചെയിനെ പറ്റിയുള്ള വിവരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ഡീസെൻട്രലൈസ്ഡ് ടെക്, ബ്ലോക്ക് ചെയിൻ എക്സ്പ്ലോറർ എന്താണ്, അതേപോലെ തന്നെ ടോക്കൺ ക്രിയേഷൻസ് എന്താണ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, സ്മാർട്ട് കൺട്രോൾ ആൻഡ് ഡി ആപ്സ്, ക്രോസ് ചെയിൻ കോമ്പാറ്റിബിലിറ്റി, അതേപോലെ സ്വാപ്പ് മോസ് എന്താണ്, സ്വാപ്പ് ആൻഡ് ലിക്വിഡിറ്റി പൂൾസ് എന്താണ്, NFT ആൻഡ് ബിസിനസ് മാർക്കറ്റ് പ്ലേസ്, ക്രിപ്റ്റോ ക്ലബ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ്, ഒരുപാട് കാര്യങ്ങൾ, ഗെയിമിംഗ് ആൻഡ് AI ആൻഡ് മെറ്റാവേഴ്സ് റെഡി, അതേപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ഗവർണൻസ്, എൻ്റർപ്രൈസ് ഗ്രേഡ് പെർഫോമൻസ്. അതിലേറ്റവും വലിയ ഹൈലൈറ്റ് നൽകുന്നത് ദ റോഡ് ഹെഡാണ്. അതിൽ കമ്പനിയുടെ സ്റ്റാർട്ടപ്പ് സമയം മുതൽ, ഫേസ് 1 എന്ന് പറയുന്നത് 2023 ഇതിൻ്റെ ഫൗണ്ടേഷൻസ് ആൻഡ് സ്ട്രാറ്റജി പാർട്ണർഷിപ്പ്. അത് തൊട്ട് കമ്പനിയുടെ ഓരോ വർഷത്തെയും 2024 എന്ത് സംഭവിച്ചു, ഫേസ് 2 അഥവാ 2025 എന്ത് സംഭവിച്ചു, അഥവാ ഫേസ് 3, അതേപോലെ തന്നെ 2027 എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് 2027 വരാൻ പോകുന്ന ക്രിപ്റ്റോ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻ്റർഗ്രേഷൻ നമുക്ക് 2025 തന്നെ കമ്പനി നമുക്ക് തന്നിരിക്കുകയാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് കമ്പനിയുടെ ഇവിടെ താഴോട്ടേക്ക് നോക്കിയാൽ ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് പരിശോധിക്കുക. മാത്രമല്ല നമുക്ക് കമ്പനിയുടെ വെബ്സൈറ്റ്സ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇതാ ഈ വെബ്സൈറ്റ് നമ്മൾ ലോഗിൻ ചെയ്ത സമയത്ത് നമുക്കിവിടെ താഴെ ഓഫേഴ്സ് ആൻഡ് അനൗൺസ്മെൻ്റ് എന്ന് പറഞ്ഞ 2 ഭാഗങ്ങൾ നമുക്ക് കാണാം. ഇത് നേരത്തെ ഇല്ലായിരുന്നു. കമ്പനിയുടെ എന്തെങ്കിലും ഓഫേഴ്സും അതേപോലെ തന്നെ പുതിയ അനൗൺസ്മെൻറ്റുകൾ എന്തെങ്കിലും വരുന്ന സമയത്ത്, ഉദാഹരണത്തിന് സൈറ്റിൽ നടക്കുന്ന എന്തെങ്കിലും മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം അനൗൺസ്മെൻറ്റിൽ നമുക്ക് വരുന്നുണ്ടാവും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്ററുകൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട താഴെ നമുക്ക് കാണാം ചാറ്റ് വിത്ത് അസ് എന്ന് പറഞ്ഞൊരു ഭാഗം നിങ്ങൾ കാണുന്നുണ്ടാവും. അവിടെ ജസ്റ്റ് നമ്മൾ ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഹായ് നൽകിക്കൊണ്ട് സെൻഡിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഡയറക്റ്റ്ലി നമ്മൾ കമ്പനിയുടെ ടെക്നിക്കൽ ടീമുമായിട്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നുണ്ടാവും. ഇവിടെ നമുക്ക് ക്ലബ് മോസ്, ട്രേഡ് മോസ് ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഇതിൽ വന്നിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് പരിശോധിക്കുക. താങ്ക് യു.